ജാസി ഈ പട്ടിത്തിട്ടത്തെ അറിയാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഈ പട്ടികാഷ്ടത്തിൻ്റെ വീഡിയോ കാണാതെ ഒരു ദിവസം പോലും പോകത്തില്ല. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എവിടെന്നെങ്കിലൊക്കെ വന്ന് ചാടും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ ജാസി എന്ന് പറയുന്ന ഈ കാട്ടപരാധത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഓതി ഇസ്ലാം മതത്തിനെ എത്രത്തോളം അവഹേളിക്കാവോ ആ രീതിയിലാണ് ഇവൻ വന്ന് സംസാരിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഇവനെ പറ്റിയിട്ട് പറയേണ്ട കാര്യമില്ല. സ്വയം പെണ്ണാണ് പെണ്ണാണ് പെണ്ണാണെന്ന് പറഞ്ഞ് ഒരു 100-200 വട്ടം സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇട്ട് വയറ്റിനകത്ത് കുറച്ച് തലങ്ങണിയും കുത്തിത്തിരിയിട്ട് ഞാൻ പെണ്ണാണ്, ഞാൻ ഗർഭിണിയാവാൻ പോവാണ്, ഞാൻ ഗർഭിണിയാണ്, ഞാൻ സർജറി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സ്ത്രീകളെ വിറ്റ് ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നു. സ്ത്രീകളെ വിറ്റ് ഞാനൊരു സ്ത്രീയാണ്, ഞാനിപ്പം പ്രസവിക്കും, ഞാൻ പ്രഗ്നൻ്റ് ആണ്, 6 മാസമാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ സർജറി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നാളും സ്ത്രീകളെ വിറ്റാണ് ഇവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ഇസ്ലാം മതത്തിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവൻ മതം വിറ്റാണ് ഇവൻ ജീവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു, ഞാൻ ഇവിടെ അതിനകത്ത് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പം ഇവൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹറാം പിറപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊക്കെ നന്നായിക്കോളാനാണ് പറയുന്നത്. ഹറാം പിറപ്പുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങളൊക്കെ നന്നാവും. റമദാൻ മാസമാണ് വരുന്നത്, നോമ്പാണ് വരുന്നത്. ആ ഒരു മാസം ഹറാം പിറപ്പും കയ്യിലിരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നാവാനാണ് ഇവൻ പറയുന്നത്. ആരാണ് ഈ പറയുന്നത്? സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ കാട്ടപരാധമായിട്ടുള്ള ഇവനാണ് പറയുന്നത് മറ്റുള്ള ആളുകളോട് നന്നാവാൻ. റമളാനാണ് വരുന്നതെന്ന്. എന്താ ചെയ്യുക അല്ലേ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു പുരുഷനാവാൻ സാധിക്കത്തില്ല, ഒരു പുരുഷന് ഒരിക്കലും ഒരു സ്ത്രീ ആവാനും സാധിക്കത്തില്ല. അതാണ് നിയമം. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ ലിംഗം പെണ്ണാണോ ആണാണോ എന്ന് അവിടുന്ന് തന്നെ തീരുമാനിക്കുന്ന കാര്യമാണ്. ജനിച്ച് വെളിയിലോട്ട് വന്നിട്ട് ഒരു ആണിനൊരു പെണ്ണാവണം അല്ലെങ്കിൽ ഒരു പെണ്ണിന് ആണാവണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു പൂർണ്ണമായിട്ട് ഒരു സ്ത്രീ ആവാനും പോകുന്നില്ല, ഒരു പുരുഷനാവാനും പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ഈ പേക്കൂത്തുണ്ടല്ലോ, നീ ആദ്യം നിർത്തുക ജാസി. കണ്ട് മടുത്ത്. നിന്റെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ആ വീഡിയോയിലൂടെ മനസ്സിലായി നീ ഫേക്കാണ്, നീ റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് നീ കോപ്രായങ്ങൾ കാണിച്ചു കിട്ടുന്നതിന്. ആ കോപ്രായത്തിൻ്റെ കൂട്ടിന് വേണ്ടിയിട്ട് വേറെ ഒരുത്തനെയും കൂടെ പിടിച്ച് കൂട്ടം നിർത്തിയിട്ടുണ്ടല്ലോ, അവൻ്റെയും ജീവിതം നീ തുലച്ച്. ഈ ഇടയ്ക്ക് വെച്ച് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു 2 മാസം മുമ്പ് 3 മാസം മുമ്പ് അവൻ്റെ മാതാവ് വന്ന് കരഞ്ഞ് കാല് പിടിച്ച് നിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ മോനെ ഒന്ന് വിട്ടു തരുവാൻ. അവൻ്റെയും ജീവിതം നിൻ്റെ ജീവിതവും നീ തുലച്ച്, അവൻ്റെയും കൂടെ ജീവിതം നീ തുലയ്ക്കാതെ അവനെങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുകള. അവനെങ്കിലും പോയി മാനം മര്യാദയ്ക്കായിട്ട് ജീവിക്കട്ടെ. ഇനി അവനിക്ക് ആര് പെണ്ണ് കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഇവൻ്റെ കൂടെ നടന്ന് അവനും പോയി എന്ന് വേണമെങ്കിൽ പറയാം. അവനിക്ക് ഇനി ആര് പെണ്ണ് കൊടുക്കും? എന്തായാലും ഞാൻ ഇവിടെ ആദ്യം ഈ ജാസി പറയുന്ന ആ വീഡിയോ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ കാട്ടവരാതെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ആര് ചോദിച്ചാലും ഞാൻ പറയും അക്ഷരം തെറ്റാതെ ഇവനാണെന്ന് ഞാൻ പറയും സോഷ്യൽ മീഡിയ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ രേണുസുതി, മറ്റേ അലഞ്ചസ് പെരേര, അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ, അതൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏറ്റവും വലിയ കാട്ടവരാതം ഇവനാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പൊ ഞാൻ റമദാൻ മാസമാണ്, ഇനി അവർക്കൊന്നും കാണിച്ചു നടക്കാൻ പറ്റില്ല. ജാസിദ, ഈ ഒരു നിമിഷം റമദാൻ മാസം അടുക്കാനായില്ലേ, അപ്പൊ നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ആറാമ്പറപ്പൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഇനി എന്താ പറയാ പുണ്യമാസമായ റമദാനെ വരവേക്കുക, എല്ലാരും ഇനി അടിപൊളിയാക്കുക. അവരത്തൊക്കെ മറിച്ച് അതെ അവയിട്ട് ഇറങ്ങിയത് ഇന്നത്തോടെ കൂടി എല്ലാം കലാസ്. കേട്ടല്ലോ ഇവൻ പറയുന്നത്, ആറാമ്പറപ്പൊക്കെ മാറ്റി വെച്ചിട്ട് റമദാൻ മാസമാണ് നിങ്ങളൊക്കെ ഒരു മാസത്തേക്ക് നന്നാവാൻ. ഇനി ആരൊക്കെ എത്ര വലിയ ആറാമ്പറപ്പ് കാണിച്ചാലും നീ കാണിക്കുന്നതിൻ്റെ അത്രയും വരത്തില്ല ജാസി. അതാദ്യം മനസ്സിലാക്കുക. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇസ്ലാമിന് പുറത്താണ്, നീ ഇസ്ലാമിന് അകത്തല്ല, നീ ഇസ്ലാമിന് പുറത്താണ്. 100% നീ ഇസ്ലാമിന് പുറത്താണ്. ഇങ്ങനെ നടക്കുന്ന ആളുകളെ ഇസ്ലാമിന് പോലും ഒരു അപമാനമാണ്. നീ അതാദ്യം മനസ്സിലാക്കുക. അങ്ങേയറ്റത്തെ ഹറാം പിറപ്പാണ് നീ കാണിക്കുന്നത്, അങ്ങേയറ്റത്തെ ഹറാമാണ്, അറിയാവൂ. ഭൂലോക ഹറാമാണ് നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒരാണായിട്ട് ജനിച്ചു, പിന്നെ നീ സ്വയമേ ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായത്തിൽ
നീ ഒരു കാര്യം മനസ്സിലാക്കുക, നീ ഇസ്ലാമിന് പുറത്താണെന്ന്. പിന്നെ എന്തിനാണ് നീ നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നീ നമസ്കരിക്കുന്നത്? നീ അടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചില്ല, അതിനകത്ത് നമസ്കാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാണ് നമസ്കരിക്കുന്നത്? നിന്റെ നമസ്കാരം സ്വീകരിക്കത്തില്ല. നീ ആണായിട്ടാണോ ജനിച്ചത്? അങ്ങനെ വാ. പെണ്ണായിട്ടാണോ നീ ജനിച്ചത്? അങ്ങനെ വാ. രൂപമാറ്റം നീ പുറമേന്ന് മാറ്റിയെന്നും പറഞ്ഞിട്ട് നീ ഒരിക്കലും അകമേന്ന് നീ ഒരു പെണ്ണാവാൻ പോകുന്നില്ല ജാസി. അതാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നീ പറഞ്ഞല്ലോ ഔറത്ത് റമദാൻ മാസമാണ്, നീ ഔറത്തൊന്നും ഞാൻ കാണിക്കത്തില്ല, ഒരു മാസം കഴിഞ്ഞിട്ടേ ഞാൻ ഔറത്ത് കാണിക്കുന്നു. ഔറത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആളുകൾക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ശരീരം ഔറത്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മറയ്ക്കുക. അറിയാലോ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഔറത്ത് മറച്ച് നടക്കുക എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പം നീ ഇതിലൂടെ തന്നെ നിന്റെ വായിൽ തന്നെ വീണ് കള്ളത്തരം, നീ ഭൂലോക ഫേക്കാണെന്ന്. ഇതൊക്കെ കാണിച്ച് നടക്കുന്നതും 2 ചിരട്ട വെച്ച് നടക്കുന്നതും ഇതെല്ലാം വെച്ച് നടക്കുന്നതെല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് നിന്റെ വായിൽ തന്നെ വീണു. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മാസത്തേക്ക് ഞാൻ ഈ ചിരട്ടയും വെക്കത്തില്ല, ഞാൻ ഇനി വെച്ച് കെട്ടത്തുമില്ല. ഒരു മാസം നോമ്പായുണ്ട്, ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ നോമ്പെടുക്കാൻ പോകുന്നത്. ഒരു മാസം പുണ്യ റമദാൻ്റെ കൂടെ ഞാൻ ചേരുവാന്നാണ് നിന്റെ വായിൽ തന്നെ വീണ്. ഇനി ഇവൻ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്, പബ്ലിക്കിൽ വന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിനെ ആദ്യം സ്ത്രീകളെയായിരുന്നു അപമാനിച്ച് നടന്നുകൊണ്ടിരുന്നത്. വയറ്റിൽ മറ്റേ കുറേ പാവയും തലങ്ങണിയും വെച്ച് ഞാൻ വയറ്റിനെയാണെന്ന് പറഞ്ഞുകൊണ്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്ത് ഞാൻ പൂർണ്ണമായിട്ടുള്ള സ്ത്രീ ആയെന്നും പറഞ്ഞുകൊണ്ടൊക്കെ സ്ത്രീകളെ വിറ്റ് സ്ത്രീകൾക്ക് ഒരു അപമാനമായിട്ടാണ് നീ ഇത്രയും നാളും നീ നടന്നത്. ഇപ്പം നീ മതത്തിലോട്ട് കയറി പിടിച്ച് പബ്ലിക്കിൽ വന്നിട്ട് സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഓത്. അങ്ങനെ നിനക്ക് അങ്ങനെ വഴിയിലും അവിടെ കടന്ന് ഓതാൻ പറ്റിയ ഒരു ആയത്തല്ല. അങ്ങനെ നിന്നെപ്പോലെ ഒരാൾക്ക് അവിടെ ഇവിടെയും കൊണ്ടിട്ട് ഇത്രയും അഹങ്കാരം കാണിക്കാനുള്ളതല്ല വിശുദ്ധ ഖുർആൻ. നീ ആദ്യം മനസ്സിലാക്കുക ജാസി. അതിനകത്ത് 7ാമത്തെ വരിയിൽ പറഞ്ഞേക്കുന്നതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നീ ഓതിയല്ലോ സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ഓതണം എന്ന് പോലും നിനക്കറിയത്തില്ല. നീ ഓതിക്കുന്നത് എന്തൊരു പുച്ഛത്തോടെയാണ് നീ ഓതിക്കുന്നത്. ഇല്ല, ഇവിടെ നിന്നൊരു വണ്ടി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, വണ്ടി എല്ലാം മറ്റേ ഫെറാറിയൊക്കെ എടുക്കുന്ന ലംബോഗിനി ഇപ്പം ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഏതാ മറ്റേ ബുഗാട്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് ഗിയർ ഇടുമ്പോൾ തന്നെ അത് 100-200 കിലോമീറ്റർ അപ്പുറം പോകുന്നതാണ് പറയുന്നത്. ആ വണ്ടിക്ക് പോലും ഇല്ലാത്ത സ്പീഡിലാണ് നീ സൂറത്തുൽ ഫാത്തിഹ ഓതി തീർക്കുന്നത്. അത്രയും അലക്ഷ്യമായിട്ടാണ് നീ ഖുർആനെ വരെ നീ കാണുന്നത്. അപ്പം നീ ഒരു കാരണം വെച്ചാലും നീ ഇസ്ലാമിനകത്തല്ല, നീ ഇസ്ലാമിന് പുറത്താണ്. ഞാൻ അതും കൂടെ ഒന്ന് വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സൂറത്തുൽ ഫാത്തിഹ നീ ഓതിയല്ലോ, അത് ഓതേണ്ട രീതി പോലും നിനക്കറിയത്തില്ല. അതിനകത്ത് 7ാമത്തെ പാരഗ്രാഫ്, അതിൻ്റെ അർത്ഥം നിനക്കറിയാവോ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ. ആ പാരഗ്രാഫിൻ്റെ അർത്ഥം നിനക്കറിയാവോ? പടച്ച റബ്ബേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയാക്കിയവരുടെ മാർഗത്തിലല്ല, പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിനക്കറിയാവോ? അറിയത്തില്ലെങ്കിൽ നീ ഒന്ന് കേട്ട് മനസ്സിലാക്ക് കേട്ടോ. നീ ഏത് ആൾക്കാരുടെ മാർഗത്തിലാണ് നീ ഇപ്പം പോകുന്നത്? നീ പിഴച്ചവരുടെ മാർഗത്തിലാണ് നീ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിഴച്ചവരുടെ മാർഗത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ജെൻഡർ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നതാണ്. ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അങ്ങേയറ്റത്തെ റീച്ചിന് വേണ്ടിയിട്ടുള്ള കഴപ്പെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇസ്ലാം ഇത് ഹറാമാണ്, അങ്ങേയറ്റത്തെ ഹറാമാണ്. വെറും ഹറാമല്ല, പൈശാചികപരമായിട്ടുള്ള ഹറാമെന്നാണ് ഇസ്ലാം വരെ പഠിപ്പിക്കുന്ന കാര്യം. ഒരു സ്ത്രീക്ക് ഇപ്പോൾ മാനസികപരമായിട്ട് ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ എന്തെങ്കിലും സിംറ്റംസ് കാണാം, അതുപോലെ സ്ത്രീക്ക് പുരുഷന്മാരുടെ സിംറ്റംസ് കാണാം. അത് മാനസികപരമായിട്ട് ഹോർമോൺ വ്യത്യാസത്തിൽ, ഹോർമോണിൻ്റെ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ അത് ചികിത്സിച്ച് നേരെയാക്കാവുന്നേ ഉള്ളൂ. അത് നല്ല കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെയോ കണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ
ഇതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് മുതലെടുക്കുന്ന ആളുകളുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? 10ഉം 12ഉം 20ഉം സർജറി ചെയ്ത് പൂർണ്ണമായിട്ട് ഞാനൊരു സ്ത്രീയായി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു പുരുഷനായി എന്ന് പറഞ്ഞ് റീച്ചിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കിട്ടുന്ന ഈ ഒരു കോപ്രായം ഉണ്ടല്ലോ, അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സപ്പോർട്ട് ചെയ്യരുത്. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും കോപ്രായങ്ങളൊക്കെ കാണിക്കാനുള്ളൊരു ധൈര്യം ഇവർക്കൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഈ ജാസി എന്ന് പറയുന്ന ഇവനിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വലിയ വിഷയമല്ല, അത് ചെറിയൊരു വിഷയമാണ്. അത് എൻഡോക്രൈനോളജിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വല്ല സൈക്കാട്രിസ്റ്റിനെയോ പോയി കണ്ടാൽ അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. നേരെ മറിച്ച് അത് ഇപ്പോൾ ഒരു ട്രെൻഡാക്കി വെച്ചേക്കുവാണ്. ഇതെല്ലാവരും ഒരു ട്രെൻഡാക്കി വെച്ചേക്കുവാണ്. നേരെ പോവുക, 10ഉം 12ഉം സർജറി ചെയ്യുക, 10ഉം 40ഉം 50 ലക്ഷം കൊടുത്ത് സർജറി ചെയ്യുന്ന ഒരു ട്രെൻഡാക്കി വെച്ചേക്കുവാണ്. എന്നാൽ പൂർണ്ണമായിട്ട് സ്ത്രീ ആവുമോ? ഇല്ല. എന്നാൽ പൂർണ്ണമായിട്ടൊരു പുരുഷനാവുമോ? ഇല്ല. അല്ലേ? പൂർണ്ണമായിട്ടൊരു സ്ത്രീ ആയിട്ട് പ്രസവിക്കുക, എന്നാൽ അംഗീകരിക്കാം. പൂർണ്ണമായിട്ടൊരു സ്ത്രീ ആവുമോ? ഇല്ല. ഈ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റും കട്ട് ചെയ്ത് ഞാനൊരു പുരുഷനായി, അല്ലെങ്കിൽ ഈ പുരുഷൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുത്തിവെച്ചിട്ട് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ സ്ത്രീകൾക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ പുരുഷൻ്റെ സിംറ്റംസ് കാണും, ഉറപ്പായിട്ട് കാണും. സൗണ്ട് വ്യത്യാസം വരും, അങ്ങനെ മസിൽ ഗ്രോത്ത് ഉണ്ടാവും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, താടി വളരും, മീശ വളരും. സ്വാഭാവികമാണ്. അത് ഹോർമോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിവെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതങ്ങനെ വരുന്നതാണ്. അപ്പം അത് അങ്ങനെ ഹോർമോൺ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു പൂർണ്ണ പെണ്ണായി, ഞാനൊരു പൂർണ്ണ ആണായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാദ്യം മനസ്സിലാക്കും. ഇതിനു മുമ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വാർത്തയിൽ കണ്ടിട്ടുള്ള ന്യൂസിനകത്ത് കോഴിക്കോട് ഇതുപോലെ ഒരു സ്ത്രീ ഒരു പുരുഷനാവുകയും ഒരു പുരുഷൻ ഒരു സ്ത്രീ ആവുകയും ചെയ്തു. അവസാനം ആ സ്ത്രീ, പുരുഷനായിട്ടുള്ള സ്ത്രീ പൂർണ്ണമായിട്ടുള്ള പുരുഷനാണോ? അല്ല, അവർ സ്ത്രീയാണ്. ചെസ്റ്റ് കട്ട് ചെയ്ത് ബ്രസ്റ്റ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് സ്ത്രീ അല്ലാതാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ലേ? അവസാനം കല്യാണം കഴിച്ചു, പ്രസവിച്ചു, കുഞ്ഞായതിനു ശേഷം ഒരു ഒരു ഇൻ്റർവ്യൂവിന്, ഒരു അഭിമുഖത്തിൽ കൊടുത്തത് ഞാൻ കണ്ടതാണ്. അതിനകത്ത് ആ ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷനായി വന്ന എന്ന് അവകാശപ്പെടുന്ന ആ വ്യക്തി പറയുവാണ്, എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ, എൻ്റെ ഈ കുഞ്ഞിന് എൻ്റെ മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുന്നില്ല, ആ ഒരു വിഷമേ എനിക്കുള്ളൂ, ഇപ്പം കുപ്പിപ്പാലാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ? അവിടെയും തോൽവിയാണ്. അവിടെയും അവർ പൂർണ്ണമായിട്ട് സ്ത്രീയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പുരുഷനോ ആയിട്ടില്ല എന്നാണ് അതിൻ്റെ വാസ്തവം. അല്ലേ? അപ്പോൾ എന്തായാലും ഇതിനെയൊന്നും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ഇപ്പം വീണ്ടും വന്നിട്ട് മതത്തിലോട്ട് കയറി പിടിച്ചേക്കുവാണ്. മതത്തിലോട്ട് ഇത്രയും നാളും സ്ത്രീകളെയാണ് അപമാനിച്ച് സ്ത്രീകളെ വിറ്റാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം റമദാൻ വരുവാണ്, അതുകൊണ്ട് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കാം, മതത്തിനെ വിട്ട് ജീവിക്കാം എന്നുള്ളൊരു ഇതാണ് ഇപ്പം ഈ ജാസി ഏറ്റെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.